ഞാനിപ്പോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. കണ്ണൻ നമ്പ്യാർ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സലീം KSUവിന്റെ പൊന്നാനി നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. സുബീഷ് KSU യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റാണ്, ഭാരവാഹിയാണ്. ഞങ്ങളിന്നിവിടെ ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ കാര്യം, നമ്മുടെ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഇപ്പോൾ തവനൂർ നിയോജക മണ്ഡലത്തിന്റെ MLA-യുമായ ശ്രീ KT ജലീൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലെ സത്യസന്ധത തെളിയിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ രീതിയുമായി അദ്ദേഹം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, ഇന്നോളമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ ആരാധനാ പുരുഷന്മാരായി കാണുന്നവരാണ്, നേതാക്കന്മാരായി പ്രതിഷ്ഠിക്കുന്നവർ. അവരൊക്കെ ജീവിതത്തിൽ കാണിച്ച, അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ കാണിച്ച ആദർശ ശുദ്ധി, സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം, തന്റെ കയ്യിൽ അധികാരം ഇരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ സംഘടനകൾക്ക് പോലും ഒരു ആരോപണം എന്നുള്ള നിലയിൽ ഉന്നയിക്കാൻ കഴിയാത്ത രീതിയിൽ കറപുരളാത്ത വ്യക്തിജീവിതം ഉണ്ടായിട്ടാണ് അവരെയൊക്കെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. അവരാരും തന്നെ അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ ആരോപണമോ ഉയർന്നാൽ അത് തെളിയിക്കുന്നതിന് അവർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കപ്പെടുന്ന അവരുടെ വേദഗ്രന്ഥങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയോ കൊണ്ടുവന്ന് സത്യം ചെയ്യുന്ന ഒരു ഗതികേട് കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അത് ഇടതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ വലതുപക്ഷമാണെങ്കിലും, ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും നമുക്കൊക്കെ ആരാധനയുള്ള നേതാക്കന്മാരുടെ വ്യക്തിശുദ്ധി അളക്കാൻ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ KT ജലീൽ പരിശുദ്ധമായ ഖുർആനെ കൊണ്ടുവന്ന് അതിന്റെ യാതൊരു പവിത്രതയും കാക്കാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം തെളിയിക്കുന്നതിന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംശുദ്ധി തെളിയിക്കുന്നതിന് വേണ്ടി ഇതേ പ്രസ് ക്ലബിൽ തന്നെ കൊണ്ടുവന്നു. ഒരിക്കൽ അദ്ദേഹം സത്യം ചൊല്ലുന്നത് നമ്മൾ എല്ലാവരും കണ്ടു. ഇന്നലെ ഞാൻ അദ്ദേഹത്തോട് ഉയർത്തിയ ഒരു ചോദ്യത്തിന് മറുപടിയായി അതേ ഖുർആനിൽ തൊട്ട് 1000 തവണ സത്യം ചെയ്യുമെന്നാണ്, സത്യം ചെയ്തിട്ടാണ് അദ്ദേഹം ആ കാര്യത്തെ നിഷേധിക്കുന്നതും നാം കണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ അത് 1000 വട്ടം പറയേണ്ട ആവശ്യമില്ല. ഒരു തവണ പറഞ്ഞാൽ സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ ആ സത്യത്തെ വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ പറയാറുള്ള കാര്യം. അല്ലാതെ 1000 വട്ടം ഞാൻ സത്യം വിട്ടു പറയുക എന്നുള്ളത് ഒരു കള്ളനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കളവ് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ പറയുന്നത് പോലെ ഗീബൽസിയൻ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിന് സമാനമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ KT ജലീൽ മന്ത്രിയായിരിക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളും ആക്ഷേപണങ്ങളും ഒക്കെ കേരളത്തിൽ നീതിന്യായ പീഠങ്ങൾ വരെ അത് ശരിവെച്ച് അദ്ദേഹത്തിന് മന്ത്രി പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വന്ന ഒരു പൊതുപ്രവർത്തകൻ. ഇന്നലെ അദ്ദേഹത്തോട് ഞാൻ ഉയർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കളുമായി ബന്ധപ്പെട്ട വിവാഹ ചടങ്ങിൽ വരെ അദ്ദേഹത്തിന് സാമ്പത്തിക ബാധ്യത വരുമ്പോൾ ജീവനക്കാരിയായ, ജോലി ചെയ്തു വരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും ആ കടത്തിലേക്കാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ശമ്പളം പോലും, MLA-യുടെ ശമ്പളം പോലും പോകുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമാണ്, നമ്മൾ ഇണകളായി ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ കുടുംബപരമായ കാര്യത്തിലൊക്കെ
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ബാധ്യത നിർവഹിക്കുന്നതിന് നമുക്ക് ജോലിയുള്ളവർ, വരുമാനമുള്ളവർ സഹായിക്കാറുള്ളത് നമുക്കങ്ങനെ മൈക്ക് കെട്ടി പറയേണ്ട അല്ലെങ്കിൽ കൊട്ടിഘോഷിച്ച് പറയേണ്ടതാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. നമ്മൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതും ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹം അത് അങ്ങനെ പറയുന്നൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നുമല്ല വിഷയം. ഞാൻ നേരത്തെ ഇതേ പ്രസ് ക്ലബിൽ തന്നെ വലിയ വിവരശേഖരണം നടത്തി ആധികാരികമായി നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി എനിക്ക് പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു 2016 വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവ് വന്ന പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു വാദം, ഒരു തർക്കം. 2016 അധ്യയന വർഷത്തിൽ അവിടെ നിലവിലുണ്ടായിരുന്ന പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ പ്രായപരിധി കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർമെന്റ് ആവുകയാണ്. അതിനുശേഷം ആ ഒഴിവിലേക്ക് നിയമിക്കപ്പെട്ട വിജയരാഘവൻ എന്ന് പറയുന്ന അന്നത്തെ പ്രിൻസിപ്പാളുടെ ഒഴിവിലേക്ക് നിയമിക്കപ്പെട്ട കോളേജിലെ ഏറ്റവും അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സീനിയർ മോസ്റ്റ് അധ്യാപിക എന്നുള്ള നിലയ്ക്ക് നിയമനം ലഭിക്കപ്പെട്ട MP ഫാത്തിമക്കുട്ടിക്ക് നിയമനം ലഭിച്ചിരിക്കുന്നത് നിലനിൽക്കുന്ന ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും കടുത്ത ലംഘനമാണ് എന്നും ആ കാര്യത്തെക്കുറിച്ച് നിലനിൽക്കുന്ന നിയമം എന്താണ് എന്ന് അനുശാസിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ലെറ്റാണ്, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വിശദീകരിക്കൽ ഒരു കാര്യത്തിൽ മാത്രം നിൽക്കുന്നതല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ കൂടി അറിവിലേക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളതൊക്കെ ഞാൻ അതിന്റെ ആദ്യ പേജ് KERന്റെ ചട്ടം പറയുന്ന 2 ഭാഗം അടങ്ങുന്ന ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്. ഒരു സ്കൂളിൽ, ഒരു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രിൻസിപ്പൽ ഒഴിവ് ബൈ പ്രൊമോഷനിൽ നിയമനം ലഭിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ട ചട്ടത്തെക്കുറിച്ച് KER അതിന്റെ 37ാം റൂളിൽ 14ാം ചട്ടത്തിൽ കൃത്യമായി പറയുന്നത് ഒരു സീനിയോറിറ്റി ലിസ്റ്റ് മാനേജ്മെന്റ് പ്രസിദ്ധീകരിക്കപ്പെടണമെന്നുള്ളതാണ്. എയ്ഡഡ് സ്ഥാപനത്തിൽ അത് തന്നെയാണ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും അവലംബിച്ചു പോകുന്ന രീതി. ഗവൺമെന്റിൽ അതിന്റെ പ്രിൻസിപ്പളാണ് അല്ലെങ്കിൽ മേലാധികാരിയാണ് ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പരാതികൾ കേൾക്കുകയും അതിന് മുകളിൽ അപ്പലറ്റ് അതോറിറ്റികൾ മുമ്പിൽ സമീപിക്കുകയെങ്കിൽ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടേണ്ടത് മാനേജറാണ്. അതുപ്രകാരം ഞാൻ നിങ്ങളിലേക്ക് നൽകിയിട്ടുള്ള ഈ കോപ്പിയിൽ 2ാമത്തെ പേജ് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ 1/5/2016 നിലവിൽ വന്ന ഒരു സീനിയോറിറ്റി ലിസ്റ്റിന്റെ ക്രമമനുസരിച്ച ഒരു പേര് വിവരങ്ങൾ അടങ്ങിയ ലിസ്റ്റാണ്. ഇതിലത്തെ 1ാമത്തെ പേരുകാരി MP ഫാത്തിമക്കുട്ടി, 2ാമത്തെ പേരുകാരി പ്രീത VK, 3ാമത്തെ പേരുകാരൻ രാജീവ് KR, അങ്ങനെ 8 പേരുടെ പേര് വിവരങ്ങൾ ഇതിലുണ്ട്. തുടർന്നും കൂടുതൽ പേരുകൾ, കൂടുതൽ അധ്യാപകർ, അവസാനം വരെയുള്ള പേരുകളുടെ അടങ്ങുന്നതാണ് സീനിയോറിറ്റി ലിസ്റ്റ്. അതിൽ ഈ ഓരോ അധ്യാപികമാരുടെയും അല്ലെങ്കിൽ അധ്യാപകരുടെയും ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ HSST അധ്യാപകരായിട്ട് അവർക്ക് അപ്രൂവൽ കിട്ടിയ തീയതിയും അതിൽ വ്യക്തമാണ്. അതുപ്രകാരം MP ഫാത്തിമക്കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 26/5/1970 ആണ്. HSSTയുടെ ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് MP ഫാത്തിമക്കുട്ടിക്ക് നിയമനം കിട്ടുന്നത്, അപ്രൂവൽ ആകുന്നത് 27/8/1998. അത് 2ാം റാങ്കുകാരിയായ പ്രീത VK ഡേറ്റ് ഓഫ് ബർത്ത് 31/5/1967. ഡേറ്റ് ഓഫ് അപ്രൂവൽ 27/8/1998. അതായത് ഫാത്തിമക്കുട്ടിയും പ്രീതയും വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികമാരായി ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്തത്, അവർക്ക് നിയമനം ലഭിച്ചത്, ഉത്തരവ് ലഭിച്ചത് ഒരേ തീയതിയിലാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒരു നിയമന കാര്യത്തിൽ വന്നാൽ എങ്ങനെയാണ് അതിൽ സീനിയോറിറ്റി
പരിശോധിക്കേണ്ടത്, പരിഗണിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് KER ചട്ടത്തിൽ ഞാൻ തന്ന സർക്കുലർ കൃത്യമായി പറയുന്നുണ്ട്. സീനിയോറിറ്റി കൺസിഡറേഷൻ ഓഫ് ഏജ്, അതായത് നമുക്ക് ആരാണോ 2 ദിവസവും ഒരേ അധ്യയന ദിവസം ജോലിയിൽ പ്രവേശിക്കപ്പെട്ടവരാണെങ്കിൽ അവരുടെ സീനിയോറിറ്റിക്ക് മാനദണ്ഡമാക്കേണ്ടത് അവർ രണ്ടുപേരും ഒരേ കാലയളവാണ് അവരുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് എങ്കിൽ സീനിയോറിറ്റിക്ക് മാനദണ്ഡമാക്കേണ്ടത് പിന്നെ അവരുടെ പ്രായമാണ് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രീത VK ഫാത്തിമക്കുട്ടിയേക്കാൾ 3 വയസ്സിന് കൂടുതൽ പ്രായമുള്ള സീനിയറായ ഒരു അധ്യാപികയായി അവർക്കാണ് ആ നിയമനം ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ അവരാണ് ആ റാങ്ക് പട്ടികയിൽ 1ാം സ്ഥാനക്കാരിയായി വരേണ്ടത്. പ്രീത അതേസമയം തന്നെ ഈ പ്രൊവിഷണൽ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ പ്രീത മാനേജർക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് ഞാൻ ഇതോടൊപ്പം 3ാമത്തെ പേജായി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വിഷയം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിഭാഗം അധ്യാപകരുടെ സീനിയോറിറ്റി ലിസ്റ്റ് സംബന്ധിച്ച് സൂചന കൃത്യമായി പറയുന്നു. അതിലെല്ലാം പറഞ്ഞ് അവസാനം പ്രീത തന്നെ പറയുന്നുണ്ട്, ഒരേ തീയതിക്ക് സർവീസിൽ പ്രവേശനം ചേർന്നവരുടെ കാര്യത്തിൽ KER അധ്യായം 14-ാം ചട്ടം 37 ക്ലോസ് 2 അനുശാസിക്കും വിധം സീനിയോറിറ്റിക്ക് അടിസ്ഥാന ഘടകമായി പരിഗണിക്കേണ്ടത് ജനന തീയതിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ നിലക്ക് ശ്രീമതി MP ഫാത്തിമക്കുട്ടിയേക്കാൾ സീനിയോറിറ്റി എനിക്കുണ്ടെന്ന് സ്പഷ്ടമാകുന്നു. ഇതാണ് ഈ അപേക്ഷയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പരാതി മാനേജറോട് പ്രീത ബോധ്യപ്പെടുത്തിയത്. അതേ സീനിയോറിറ്റി ലിസ്റ്റ് സംബന്ധിച്ച് തൊട്ടടുത്ത പേജിൽ മറ്റൊരു അധ്യാപകൻ ബാബു രാജേന്ദ്രൻ എന്ന് പറയുന്ന മറ്റൊരു അതേ ഹയർ സെക്കൻഡറി അധ്യാപകൻ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ HSC മലപ്പുറത്തിന് കൊടുത്ത ഒരു പരാതിയുടെ പകർപ്പും ഞാൻ ഇതോടൊപ്പം നിങ്ങൾക്ക് അടുത്ത പേജായി നൽകിയിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷിൽ എഴുതിയ പരാതിയാണ്. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന പരാതി അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ സീനിയോറിറ്റി പ്രൊവിഷൻ ലിസ്റ്റ് ചട്ടവിരുദ്ധമാണ്, KER നിബന്ധനകൾക്ക് വിധേയമായിട്ടല്ല, അർഹരായ ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ സീനിയോറിറ്റി അതുകൊണ്ട് നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമാണ്, അതിനെക്കുറിച്ച് എനിക്ക് പരാതിയുണ്ട് എന്നാണ് അദ്ദേഹം HSCയുടെ ഡയറക്ടറോട് പറഞ്ഞത്. ഈ 2 പരാതികളും നിലനിൽക്കെ, അതായത് ഈ 2 പരാതികൾ, 1ാമത്തെ പരാതിയും 2ാമത്തെ പരാതിയും സമയാസമയങ്ങളിൽ തന്നെ വേണ്ടപ്പെട്ട അധികൃതരുടെ മുമ്പിൽ ബോധിപ്പിച്ചു നിൽക്കെ ഈ പരാതികൾക്ക് യാതൊരു തരത്തിലുള്ള മുഖവിലയും ഏൽപ്പിക്കാതെ ഈ പറയുന്ന അധ്യാപികയെ പ്രിൻസിപ്പളായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് 26/7/2016 പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. HSCയുടെ അവസാനത്തെ ഓർഡറിൽ അതാണ് പറയുന്നത്. പ്രൊസീഡിംഗ്സ് ഓഫ് ദി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ B2 ബ്ലോക്ക് സിവിൽ സ്റ്റേഷൻ മലപ്പുറം അവരുടെ ഉത്തരവിനാൽ ഇതിൽ കൃത്യമായി MP ഫാത്തിമക്കുട്ടിയുടെ വളാഞ്ചേരി HSSന്റെ പ്രിൻസിപ്പളായി മാനേജർ പറയുന്ന ദിവസം തൊട്ട് ഞങ്ങൾ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് തൊട്ടു മുമ്പ് വളരെ വിചിത്രമായ ഒരു ഉത്തരവ് നിങ്ങൾ ശ്രദ്ധയിലുണ്ട്. അതായത് അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്നാണ്. അതിൽ ആ സെക്കൻഡ് ലാസ്റ്റ് പേജ്, ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നെ നമ്മളുടെ ഈ ഓർഡറിലെ അല്ലെങ്കിൽ ഇതിലെ വിചിത്രത നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മളൊക്കെ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ജോലി ചെയ്ത പരിചയമുള്ളവരാണ്. വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായി MP ഫാത്തിമക്കുട്ടിയെ നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 1/5/2016 മാനേജർ ഒപ്പിട്ട് നൽകിയ ഒരു ഉത്തരവാണ്, അപ്പോയിന്റ്മെന്റ് ഓർഡറാണ്. ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ തന്നെ പറയുന്നത് ശ്രീമതി ഫാത്തിമക്കുട്ടി MP വൈഫ് ഓഫ് KT ജലീൽ എന്ന് പറഞ്ഞിട്ടാണ് അവരെ രേഖാപ്രകാരം ഹയർ സെക്കൻഡറിയുടെ ഡയറക്ടറേറ്റിലേക്ക് റീജിയണൽ ഓഫീസിലേക്ക് നിയമനം നടത്തണമെന്ന് പറഞ്ഞ് കത്ത് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ നൽകിയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഭാര്യമാരുടെ പേര് വിവരങ്ങൾ ഏതൊരു ഒഫീഷ്യൽ രേഖകളിലും നമ്മുടെ വൈഫ് ഓഫ് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ പേരിനാൽ അറിയപ്പെടുന്ന ഒരു രേഖയും നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അവരുടെ എല്ലാ രേഖകളും SSLC ബുക്ക്, അടിസ്ഥാന യോഗ്യതകളുടെ ഏറിയ രേഖകളും അവരുടെ പിതാവിനാൽ അല്ലെങ്കിൽ അവരുടെ അച്ഛനാൽ അറിയപ്പെടുക, അതായിരിക്കും അവരുടെ ഒഫീഷ്യൽ നിയമം. പക്ഷേ ഈ 2016 സമയം ഈ കത്ത് കൊടുക്കുന്നത് കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി KT ജലീൽ ഇരിക്കുന്ന സമയത്താണ്. ഈ പരാതികളെല്ലാം നിലനിൽക്കെ 26/7/2016 ഹയർ സെക്കൻഡറി ഡയറക്ടറിൽ നിന്ന്
MP ഫാത്തിമക്കുട്ടിയെ നിയമിച്ചിട്ടുള്ള ഉത്തരവിറങ്ങുന്നതും അദ്ദേഹം കേരളത്തിന്റെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. നേരത്തെ പുറത്തിറക്കപ്പെട്ട പ്രൊവിഷണൽ സീനിയോറിറ്റി ലിസ്റ്റിലെ പരാതികൾ നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഗ്രീവ്ഡ് പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകർ പരാതി നൽകുന്നു. ആ പരാതികൾ ഒന്നും തന്നെ മുഖവിലക്കെടുക്കാതെ ഇവരെ നിയമിച്ചതായി പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ്, അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇറങ്ങുന്നത് 2016 ഒന്നാം പിണറായി സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഇദ്ദേഹം ആ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ മന്ത്രിയുടെ ഭാര്യയ്ക്ക് എല്ലാ നിയമങ്ങളെയും ചട്ടങ്ങളെയും ലംഘിച്ച് എല്ലാ പരാതികളെയും ഒരു പരാതിയെയും മുഖവിലക്കെടുക്കാതെ നിയമനം നൽകുകയും അവിടെ നിന്ന് അങ്ങോട്ട് ഇന്നീ സമയം വരെ ആ പ്രിൻസിപ്പൽ പദവിയിൽ തുടരുന്നത് മറ്റൊരു അധ്യാപികക്ക് അർഹതപ്പെട്ട അവർക്ക് അവകാശപ്പെട്ട പദവി തന്റെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ താൻ വലിയ അധികാര പ്രമാണിയുടെ ആളാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ ഭാഗമായി മാനേജ്മെന്റും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും ഒക്കെ നൽകിയ ഔദാര്യത്തിന്റെ പുറത്ത് ആണ് എന്നുള്ളതാണ് നമ്മുടെ വാദം. ഇവിടെ MP ഫാത്തിമക്കുട്ടിക്ക് ആ സ്ഥാപനത്തിൽ ഇനി പ്രിൻസിപ്പൾ ആകാൻ കഴിയില്ല എന്നുള്ള വാദം ഒട്ടും പ്രസക്തമല്ല. കാരണം ഇവരെക്കാൾ 3 വയസ്സിന് മൂത്തതാണ്, പ്രായം കൂടുതലുള്ള ആളാണ് പ്രീത. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർമെന്റ് ആയി. അവർ റിട്ടയർമെന്റ് ആയി പോയതിനു ശേഷം അവരൊരു കാറ്റഗറി, ഒരു സീനിയോറിറ്റി ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ 2ാം സ്ഥാനക്കാരി MP ഫാത്തിമക്കുട്ടിക്ക് പ്രീതയുടെ കാലയളവിന് ശേഷം വീണ്ടും പ്രിൻസിപ്പൾ ആകാനുള്ള അവസരം നിയമപരമായി നിലനിൽക്കെ മറ്റൊരു അധ്യാപികയുടെ അർഹമായ അവകാശത്തെയാണ് അവിടെ പരസ്യമായി ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ലംഘിക്കപ്പെട്ട് നിയമനം ലഭിച്ച അന്നാ സമയം മുതൽ ഇന്നീ സമയം വരെ അർഹതയില്ലാത്ത ഒരു പദവിയിലിരിക്കുകയും അതുവഴി ലഭിക്കുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും അതിന് വിശ്വാസത്തിന്റെ, പ്രമാണങ്ങളുടെ, വേദഗ്രന്ഥങ്ങളുടെ ഏത് ബലത്തിലാണ് നമ്മളൊക്കെ ഇസ്ലാമിക ദർശനത്തിൽ പറയുന്നത് പോലെ ഹക്കായ ഇടപാടായി അല്ലെങ്കിൽ അത് സത്യസന്ധമായ കാര്യമാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ ഭർത്താവ് കൂടിയായ ജലീലിന് കഴിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യത്തിൽ ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിച്ചു പറയുക വഴി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ നിയമവകുപ്പിൽ നിന്നോ ഉണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ഷേപങ്ങളും, എല്ലാ പരാതികളും തക്ക സമയത്ത് ബോധ്യപ്പെടുത്തിയിട്ട് പോലും നിലനിൽക്കുന്ന നിയമങ്ങളെക്കുറിച്ച്, ചട്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത, അനക്കാപ്പറ നയം സ്വീകരിച്ച ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ തണലിൽ, ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തണലിൽ കേരളത്തിൽ ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരെ എല്ലാവരെയും ചെളിവാരി എറിഞ്ഞ് മറ്റുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ജീവിതത്തിലെ വിശുദ്ധിയെ അദ്ദേഹത്തിന്റെ അളവ് പോൽ വെച്ച്, അദ്ദേഹത്തിന്റെ സ്കെയിൽ വെച്ച് അളക്കാൻ നടന്ന് മുന്നോട്ട് പോകുന്ന അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം സംസാരിക്കാറുള്ളത് പൊതുജീവിതത്തിലെ സത്യസന്ധതയെ കുറിച്ചാണ്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും കൈവശത്തിൽ ഇരിക്കുന്ന സ്വത്തിനെ കുറിച്ചും അല്ലെങ്കിൽ സമ്പാദ്യങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാര്യങ്ങളെയും കുറിച്ചൊക്കെ ദീർഘമായി സംസാരിക്കുന്ന അദ്ദേഹം അനർഹമായ, ഒരിക്കലും തനിക്ക് അവകാശപ്പെടാത്ത മറ്റൊരാൾക്ക് അർഹതപ്പെട്ട ഒരു ആനുകൂല്യം തട്ടിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിക്കുന്നത് ഏത് ദർശനത്തിന്റെ പുറത്താണ് ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ഇത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ നിരന്തരം അഴിമതിക്കെതിരായി അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ അഴിമതി വിരുദ്ധ സമീപനങ്ങൾ അല്ലെങ്കിൽ നിലപാടുകളൊക്കെ കേരളം ഏറെ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് അതിനെ മറച്ചുവെച്ച് അല്ലെങ്കിൽ അതിനെ മൂടിവെച്ച് നേരത്തെ ഇത് പുറത്തു വന്ന സമയത്തൊക്കെ അദ്ദേഹം ഉയർത്തിയ മറുവാദങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വാദങ്ങൾ ഇന്നലെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാദങ്ങളൊക്കെ സാധൂകരിക്കുന്നു. ആരാകട്ടെ, ആര് നിയമനം കൊടുക്കട്ടെ, ആ നിയമനം കൊടുത്തവരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്തു തന്നെയാകട്ടെ, പക്ഷേ ആ നിയമനം അത് അർഹതയുടെ പുറത്തോ നിയമഫലത്തിന്റെ പുറത്തോ അല്ല എന്നുള്ളത് പൊതുസമൂഹം അറിയുക എന്നുള്ളതാണ്, പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം തന്റെ കളവായ കാര്യങ്ങളെ സാധൂകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഈ പരിശുദ്ധ ഗ്രന്ഥത്തെ തൊട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നിരന്തരമായ ഈ പറച്ചിലുകളും ഈ അപഹസിക്കലും ഒക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു മാലിന്യമായി അദ്ദേഹം മാറുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായി ഞാൻ ഈ സമയത്ത് കാണുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയും ഒരുപാട് വിവരങ്ങൾ, നേരത്തെ കൊടുത്ത പരാതികൾക്കൊക്കെ ഉന്നതരായ ഉദ്യോഗസ്ഥർ നൽകിയ അതിവിചിത്രമായ വാദങ്ങളും പരാതികളും അതിന്റെ രേഖകളൊക്കെ ഞങ്ങളുടെ കൈവശത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എന്താണ്
ഈ MP ഫാത്തിമ കുട്ടിക്കും അദ്ദേഹത്തിന്റെ ഭർത്താവിനും പറയാനുള്ളത് എന്നുള്ളതിനെ കുറിച്ച് അറിയാനാണ് ഞങ്ങൾ താല്പര്യം.